അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് വാലറ്റ് കാർഡിൻ്റെ ഒരു QR കോഡൊക്കെ വെച്ച് സ്കാൻ ചെയ്തിട്ടുള്ള വാലറ്റ് കാർഡിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലായിട്ട് ഇട്ടപ്പോൾ കുറേ പേര് ട്യൂട്ടോറിയൽ ചോദിച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാർഡിൽ ഞാൻ കപ്പിൾ ഫോട്ടോ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കോട്ടും കൂടെ എഴുതിയിട്ടുള്ള ഒരു കാർഡ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അടുത്ത കാർഡിലെന്ന് വന്നിട്ടുണ്ടെങ്കിൽ വേറെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സെയിം ഒരു സാധാ രണ്ട് ഫോട്ടോ ഫ്രണ്ട് സൈഡിലായാലും ബാക്ക് സൈഡിലും, ഇതിൻ്റെ ബാക്ക് സൈഡിലും സെയിം ഫോട്ടോ വേറെ എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ സെറ്റ് ചെയ്തിട്ടുള്ള കാർഡാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ബ്രദറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതിലും ഫ്രണ്ട് പേജിൽ ഫ്രണ്ട് സൈഡിൽ നമ്മൾ സാധാ ഒരു ഫോട്ടോ, ബാക്ക് സൈഡിൽ നേരത്തെ ചെയ്ത പോലെ QR കോഡും ബെസ്റ്റ് ബ്രദർ എവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടോ ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ വാലറ്റിൽ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അതായത് നമ്മളെ പേഴ്സിൽ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ ഇതൊരു ATM സൈസിൽ വരുന്ന ഒരു കാർഡാണ്. അതായത് ATMൻ്റെ സെയിം കാർഡ്, അതായത് അതിൻ്റെ തിക്നെസ്സിലും അതിൻ്റെ വലിപ്പത്തിലും വരുന്ന ഒരു കാർഡ്. പണ്ട് നമ്മൾ പേഴ്സിൽ ഫോട്ടോ ആണ് സെറ്റ് ചെയ്ത് വെക്കുക, ഇപ്പോൾ അതിന് പകരം വാലറ്റ് കാർഡ് പോലെ ആക്കിയെന്നുള്ളൂ. അതായത് കേടാകത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് പ്രിന്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ പ്ലേ ആവും. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക, നമുക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മൾ QR കോഡ് സെറ്റ് ചെയ്യണത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോണത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക, എന്നാലേ നമുക്കത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു കപ്പിൾ ഫോട്ടോ ആണ്. ഇനി നമുക്കിത് സ്കാൻ ചെയ്യണം. അതായത് ഇതിൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ എന്തുട്ടാണ് വരണേ എന്നുള്ളത് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുക, എന്നിട്ട് അതിൽ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അതിൽ നമുക്ക് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യണം. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ തൊട്ട് താഴെ മീ QR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും, അത് സ്കിപ്പ് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ സോങ് അവിടെ പ്ലേ ആയി വരും, നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇതിൽ ഞാൻ നല്ലൊരു തമിഴ് സോങ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കേൾപ്പിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് നമുക്ക് ആ സോങ്ങിൻ്റെ സൗണ്ട് കൂട്ടി വെക്കാൻ വേണ്ടി പറ്റില്ല. ഇനി കാണണമെന്നുള്ളവർ നമ്മൾ റീല് സെർച്ച് ചെയ്താൽ മതി ഇൻസ്റ്റയിൽ, അതിൽ ഞാൻ സോങ് പ്ലേ ചെയ്യുന്ന തരം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോസ് വെച്ചിട്ട് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വേണ്ട, ഫോട്ടോ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. ഇനി അടുത്ത കാർഡിലും ഞാൻ ഇതുപോലെ QR കോഡ് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് സ്കാൻ ചെയ്യാം. ഇനിയിപ്പോൾ ക്യാമറയിലല്ലാതെ നമുക്ക് ഗൂഗിൾ വഴിയും ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഗൂഗിൾ ലെൻസിൽ വെച്ച് സ്കാൻ ചെയ്താലും ഈ മീ QR എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ പ്ലേ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലും ഞാൻ നല്ലൊരു തമിഴ് സോങ് ഇട്ടിട്ട് തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാട്ട് സൗണ്ടിൽ വെക്കാൻ വേണ്ടി പറ്റില്ല. വീഡിയോ അല്ലാതെ നമുക്ക് ഫോട്ടോ മാത്രം, നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിലും നമുക്കത് QR കോഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ QR കോഡ് ഉണ്ടാക്കണേ എന്നുള്ളതാണ് ഇനി വീഡിയോയിൽ പറയാൻ വേണ്ടി പോണത്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോണത്. അപ്പോൾ വീഡിയോ നമുക്ക് എഡിറ്റിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനി വീഡിയോയിൽ വന്നിട്ട് നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഫോട്ടോസ് മാത്രം വെച്ചിട്ട് ഒരു പാട്ട് നമ്മൾ ഇട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അത് നമ്മൾ എന്താ ചെയ്യുക, ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അത് നമ്മൾ ഡ്രൈവിലേക്ക് കയറ്റിയിട്ട് കൊടുക്കുക. ഡ്രൈവിലേക്ക് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു ലവ് സിമ്പിൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് സേവ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ മേലെ നിന്ന് ഡ്രാഗ് ചെയ്ത് വലിച്ചിടുമ്പോൾ നമുക്ക് അത് കാണാം, ഇതിങ്ങനെ അതിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതും കൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അപ്ലോഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, കണ്ടോ, അപ്ലോഡ് 1 ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ളത് കാണിച്ചു. അപ്പോൾ അത് ഡ്രൈവിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഡ്രൈവിൽ വീഡിയോസ് എടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് 21 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ്.
അതിൻ്റെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ ഓപ്ഷൻ കാണാം. അതിൻ്റെ തൊട്ട് താഴെ നോട്ട് ഷെയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഓൺലി എനി വൺ വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അതിൽ നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷം മേലെ റൈറ്റ് സൈഡിൽ ലിങ്ക്, കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം മീ ക്യു ആർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ലിങ്ക് അവിടെ കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മീ ക്യു ആറിൻ്റെ ആ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ആയി വരുമ്പോൾ അത് നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്തതിന് ശേഷം URL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ നമ്മളുടെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കസ്റ്റമൈസ് നമ്മൾ സംഭവം QR കോഡ് അത് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഡൗൺലോഡ് അഗെയിൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഡൗൺലോഡായി കിട്ടും. ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ അത് നമ്മൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള സംഭവമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാനിത് ഒന്നും കൂടെ സ്ക്രീൻഷോട്ട് അടിക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് അടിച്ചപ്പോൾ അതിൽ ആ ഒരു സൗണ്ടിൻ്റെ ഇതും കൂടെ വന്നുകൊണ്ട് ഞാനത് ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ നമ്മൾ സ്ക്രീൻഷോട്ട് അടിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് സ്ക്രീൻഷോട്ട് അടിച്ചത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്യാണ്ട് നേരെ അതിലേക്ക് ഇടുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് അടിച്ചത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്യാം. ക്യാൻവ ഓപ്പൺ ആയി വരുമ്പോൾ അതിൽ നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് ബിസിനസ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബിസിനസ് കാർഡാണ് നമ്മളെ സൈസ് വരുന്നത്. അപ്പോൾ ഈ സൈസ് നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ടും പോർട്രേറ്റ് ആയിട്ടും, അതായത് നീളത്തിലും വീതിയിലും വരുന്ന തരത്തിലുണ്ട്. അപ്പോൾ ഞാൻ വീതിക്കുള്ള തരത്തിലുള്ളതാണ് എടുത്തത്. അതിൽ നമ്മൾ ബ്ലാങ്ക് പേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ 2 പേജ് ഉണ്ടല്ലോ, ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ എഡിറ്റ് ചെയ്യണമല്ലോ. നമ്മൾ ഒരെണ്ണം ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ്സിൽ പോവുക. അപ്ലോഡ്സിൽ പോയിട്ട് അപ്ലോഡ് ഫയൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ഫോട്ടോ ആണോ ഫ്രണ്ടിൽ വരേണ്ടത് ആ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാം ഇതിലേക്ക്. കാരണം ഗാലറിയിൽ നേരിട്ട് എടുക്കണേക്കാളും അപ്ലോഡ്സ് വഴി എടുക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ താഴത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അതിന് പകരം ഞാനിത് ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ 3 ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇമേജസ് എടുക്കുക. എന്നിട്ട് ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് എടുത്തപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് അപ്ലോഡായി. ഇനി നമ്മൾ ഈ ഒരു സംഭവത്തേക്ക് ഈ ഒരു സൈസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്ത് വലുതാക്കി കൊടുക്കുക. അപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംബ്ലം പോയി കിട്ടിയിട്ട് അവിടെ നിന്ന് അല്ലാണ്ട് റിമൂവ് ചെയ്യാം. ഞാൻ റിമൂവ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അതിലേക്ക് സെറ്റായി വന്നു. ഇനി സെക്കൻഡ് പേജ് നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളെന്താ അപ്ലോഡ്സിൽ തന്നെ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡ്രാഗ് ചെയ്ത് അത് സൈസ് ഫുള്ളാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ വരുന്നത് QR കോഡ് നമ്മൾക്കിതിൽ അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത QR കോഡ് അവിടെ ബ്ലാങ്ക് ആയി കിടക്കണണ്ട, അത് പറ്റില്ല. അപ്പോൾ സ്ക്രീൻഷോട്ട് അടിച്ചതിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് അടിച്ച സംഭവം സെലക്ട് ചെയ്യുക. അത് അതിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അപ്ലോഡ് നമ്മൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്ക്രീൻഷോട്ട് അടിച്ചതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലാണ് വരുന്നത്. അപ്പോൾ ഡ്രാഗ് ചെയ്ത് വലുതാക്കിയിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത് സെറ്റ് ആവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഷ്ടത്തിന് റൊട്ടേറ്റ് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് സംഭവം വെക്കേണ്ടത്, അതായത് താഴത്താണോ സെൻറ്ററിലാണോ എവിടെയാണോ നമ്മൾ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ അവിടെ മേലെയായിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ആഡ് ഹെഡിങ് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾക്ക് എന്താണോ എഴുതേണ്ടത്, ബർത്ത്ഡേ ആണോ ആനിവേഴ്സറി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോട്ടാണോ, ഇതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിക്സാർട്ടിൽ നിന്നൊക്കെ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും നല്ല കോട്ട് കിട്ടുകയാണെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വെക്കാനും പറ്റും. ഞാൻ നല്ല ടൈപ്പ് ചെയ്തേ ഉള്ളൂ. നമുക്ക് എന്നിട്ട് ഫോണ്ടും കാര്യങ്ങളും സൈസൊക്കെ ഒന്ന് ഇത് സൈസ് ചെറുതാക്കി കൊടുക്കുക, പിന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മളിഷ്ടത്തിന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലെ ഫോണ്ടുകൾ നല്ല ഭംഗിയുള്ള ഫോണ്ടുകൾ കാണുമ്പോൾ അപ്പോൾ തന്നെ എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്യുക. കാരണം എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും എലമെൻസിൽ പോയിട്ട് ഒരു സിമ്പിളും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലവ് ഷേപ്പ് ഉള്ളതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണോ, കപ്പിൾ കാർട്ടൂൺ ആണോ വേണ്ടത്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിന് അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ റൈറ്റ് സൈഡിൽ മേലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡൗൺലോഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. PDF പ്രിൻറ്റ് ബെസ്റ്റ് ഫോർ പ്രിൻറ്റിങ് ആക്കി കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക.
ഓക്കെ, ഇതിൽ നമുക്ക് ഗാലറിക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എല്ലാത്തിലും നമുക്ക് ഗാലറിക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നമ്മൾ ഒന്നിലെ വാട്സപ്പ് വഴി സ്റ്റുഡിയോയിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഇതിലേക്കോ ഷെയർ ചെയ്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആരെങ്കിലും മെയിൽ സ്റ്റുഡിയോയിലേക്കൊക്കെ മെയിൽ ചെയ്യുകയാണെങ്കിൽ മെയിൽ ചെയ്യുക. അല്ലാണ്ട് നമുക്ക് ഗാലറിക്ക് ഇത് സേവായി കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.